ഡോക്ടറോട് വരാൻ പറയട്ടെ. അതെ നരസിംഹ, അല്ല ചേട്ടാ, നിങ്ങൾ ഈ വയറിളക്കം വന്ന പട്ടിയെ പോലെ ഇവിടെ നിന്ന് അങ്ങോട്ടും അവിടെ നിന്ന് ഇങ്ങോട്ടും നടന്നോണ്ടിരുന്ന ഡൗട്ട് വരില്ലേ? അല്ല ചേട്ടാ, എനിക്കൊരു കാര്യം മനസ്സിലാവുന്നില്ല. ആ ചന്ദ്രശേഖരന്റെ മീറ്റിംഗിൽ ആയിരക്കണക്കിന് ജനങ്ങളാ പോകുന്നത്. ഇവിടെയാണെങ്കിൽ കാശ് തരാമെന്ന് പറഞ്ഞിട്ട് ആരും വരുന്നില്ല. എന്താണ് കാരണം? അതെ ചേട്ടാ, അവിടെ സിനിമാ നടിമാരുടെ ഒക്കെ ഡാൻസ് വെച്ചാ പ്രചരണം. അതുകൊണ്ട് ജനങ്ങളെല്ലാം അങ്ങോട്ട് ഓടിക്കൊണ്ടിരിക്കുക. അതിന് അത്ര അധികം വാല്യൂ ഉണ്ടോ? അല്ലെങ്കിൽ പിന്നെ ചേച്ചിയെ 2 പീസൊക്കെ ഇടിപ്പിച്ച് ഉള്ള വോട്ടും കൂടി കളയാം. എടാ എന്താടാ നിനക്ക്? അയ്യോ ചേച്ചി, ഞാൻ ചേച്ചിയെ കുറിച്ച് അങ്ങനെ അല്ല പറഞ്ഞത്. സിനിമാ നടിമാർക്കൊക്കെ കുറച്ച് വാല്യൂ ഉണ്ടെന്ന് പറഞ്ഞ. സിനിമാ നടിമാർക്ക് അത്ര വാല്യൂ ഉണ്ടോ? ഏയ് വാല്യൂ ഇല്ല, അവര് ചെയ്യുന്ന മസാജിന് വാല്യൂ. എന്താ പിന്നെ ഹീറോയിനെങ്കിൽ ഹീറോയിൻ, എല്ലാവർക്കും മസാജ് ചെയ്യാലോ. എക്സ്ക്യൂസ് മീ സാർ, എല്ലാ നടിമാരെയും മറ്റു പാർട്ടിക്കാരെ ബുക്ക് ചെയ്തു. അപ്പൊ പിന്നെ എന്താ ചെയ്യാ? ജസ്റ്റ് മിനിറ്റ്. അവനെ വിളിച്ചാൽ ലക്ഷങ്ങൾ ചോദിക്കും, ഇവനെ വിളിച്ചാൽ കോടികൾ. എന്താ? സാധു കോകില ബുള്ളറ്റ് പ്രകാശ് ബുക്ക് ചെയ്യട്ടെ. ഒരുത്തൻ എരുമയും മറ്റൊരുത്തൻ ഗൊറിലയും, ഇവരില്ലാത്ത ജാതി. വല്ല മമ്മൂട്ടിയെയോ മോഹൻലാലിനെയോ മറ്റോ വിളിക്ക്, ജനം ഇടിച്ചു കയറുകയും ചെയ്യും. പിന്നെ നമുക്ക് പബ്ലിസിറ്റി ഉണ്ടാവും. ഇവരെ കുറിച്ച് വലിയ ഐഡിയ ഇല്ലല്ലേ സാറിന്? ഇവര് കർണാടകയിൽ മാത്രമല്ല, കേരളത്തിലും ആന്ധ്രയിലും ഒക്കെ ഫേമസ്. അതെയാ? വെരി ഗുഡ് ശോഭി, നീ ഇപ്പൊ തന്നെ പോയി അവരെ ഇപ്പൊ തന്നെ ബുക്ക് ചെയ്ത്. അവർ അത്രയ്ക്ക് ഫേമസ് ആണോ? ഉള്ളിലേക്ക് വാ, ഞാൻ പറഞ്ഞു തരാം. ലിയോ, ഫോളോ മീ. അല്ല, ഇവള് എന്നെയാണോ കെട്ടിയത് അതോ ഈ പട്ടിയാണോ? സിറ്റിയുടെ സെന്ററിലെ അവന്റെ തറവാട്ട് വീട് നിൽക്കുന്ന പോലാണല്ലോ നിൽക്കുന്നത്. അതെ, ഹലോ ഹലോ. നീയോ? ഞാൻ തന്നെ. നിനക്ക് എന്താണ് ഇത്ര അർജന്റ് മാറ്റർ? ട്രാഫിക് മൊത്തം ജാം ആവുന്നു, ആൾക്കാരൊക്കെ ഡിസ്റ്റർബ് ആവുന്നു. അതൊന്നും കാണാതെ നീ എന്താ ഈ ആലോചിക്കുന്നേ? അതും ആ സമാധിക്ക് മുന്നിൽ. അങ്ങോട്ട് നോക്കടാ. എങ്ങോട്ട്? അങ്ങോട്ട്. അവിടെ എന്താ? അത് ശിവരാജ് കുമാറാണെന്നും ഇത് പുനി രാജ്കുമാർ ആണെന്നും മനസ്സിലായി. പക്ഷെ നിന്റെ പ്രശ്നം എന്താ? മിസ്റ്റർ ശിവരാജ് കുമാർ ഗോൾഡ് വാങ്ങാൻ പറയുന്നു. അതായത് പുനീത് രാജ്കുമാർ ഗോൾഡ് പണയം വെക്കാനും പറയുന്നു. നമ്മൾ വാങ്ങണോ അതോ പണയം വെക്കണോ? ആകെ കൺഫ്യൂഷൻ ആയിരിക്കും. അതുകൊണ്ട് ഞാൻ ചെക്ക് ചെയ്യുന്നു, നോട്ട് ചെയ്യുന്നു. ഡോണ്ട് ഡിസ്റ്റർബ് മീ. ഇതിനെല്ലാത്തിനും ഒരേ ഒരു സൊല്യൂഷൻ. ഈ ചേട്ടാനിയന്മാരെ കൂടാതെ ഇവർക്ക് വേറൊരു സഹോദരനുണ്ട്. അതറിയോ നിനക്ക്? അദ്ദേഹത്തിന്റെ അടുത്ത് പോവുകയാണെങ്കിൽ ഇതിന്റെ പ്രോബ്ലം സോൾവ് ചെയ്ത് തരും. വാ, അങ്ങോട്ട് പോ. വെരി ഗുഡ്, കറക്റ്റ് ആയിട്ട്. നിങ്ങൾ പോയി ആ ജോലി ചെയ്യ്. ഞാൻ ഇവിടെ നിന്നൊന്ന് ആലോചിക്കട്ടെ. ഞാൻ മര്യാദക്ക് വരാനോട് പറഞ്ഞത്. കൺഫ്യൂഷൻ തീർത്തടാ. എന്താ ഇത്? ഞാൻ പറഞ്ഞ പോലെ ചെയ്യാൻ പറ്റില്ലേ? എന്റെ തലയിലെടുത്ത്. ഷോർട്ട് ഓക്കെ ആണ് മാഡം. നിങ്ങൾ ഇതിനു മുമ്പ് ഓം പ്രകാശിന്റെ അടുത്ത് അസോസിയേറ്റ് ചെയ്തിട്ടുണ്ടോ? അതെന്താ? എന്ത് വലിയ കലാകാരന്മാരാ സാറേ നിങ്ങള്. സാറേ, ഈ സിനിമാ ലോകത്തിലെ പുള്ളിപ്പുലികളും ചീറ്റപ്പുലികളും ഉണ്ടെങ്കിലും ഈ കറുത്ത പുലിയാണ് സാറേ എനിക്ക് ഒത്തിരി ഇഷ്ടം. മധുരം വേണ്ടേ? എന്തൊരു ഡയലോഗ് ഡെലിവറിയാണ് സാറേ. സാറ് പുറത്തെങ്ങ് ഇറങ്ങി നടക്കില്ല, ആരെങ്കിലും കണ്ണുവെക്കും സാറേ. സാറ് എല്ലാ പടങ്ങളും സെൻസർ ചെയ്യാറുണ്ട്, പക്ഷെ സെൻസർ ചെയ്യാത്ത പടത്തിൽ പോലും നിങ്ങളുണ്ടല്ലോ. അതുകൊണ്ട് ഞാൻ വലിയ ഫാൻ എന്ന് പറഞ്ഞാൽ അതിൽ കെട്ടിത്തൂങ്ങി ചാകണമെന്നാണോ? അയ്യോ, അങ്ങനൊന്നും പറയല്ലേ സാറേ. ദേഷ്യം വരും. ആ ശരി, കാര്യത്തിലേക്ക് വരാം. 11 ദിവസത്തേക്ക് നിങ്ങളുടെ ഡേറ്റ് വേണം. അതിന് എത്ര രൂപയാവും? 2000 രൂപയുള്ളോ? നിന്റെ വായിൽ പഴം നല്ല കെട്ടി ഞാൻ. എന്റെ അസിസ്റ്റന്റ് 2000 രൂപ ശമ്പളം. പ്രൊഡ്യൂസർ കേട്ട് കഴിഞ്ഞാൽ പടം. ശരി, എത്ര രൂപയാകും പറ? 2 കോടി.